ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ജ്യൂസ് റെസിപ്പിയുമായാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ് ഇത്, ക്യാരറ്റ് ജ്യൂസ്. ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായി 5 ക്യാരറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ 5 ക്യാരറ്റ് നമ്മൾ ഇതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. തൊലി കളഞ്ഞ് ക്ലീൻ ആക്കിയ ക്യാരറ്റാണിത്. ഇത് നമുക്ക് ഒരു മീഡിയം സൈസിൽ ചെറുതായി അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത ക്യാരറ്റെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അരിഞ്ഞെടുത്ത ക്യാരറ്റാണ് ഇതെല്ലാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി അതിനായി ഒരു പാത്രം വെച്ച് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെക്കുക. ഇനി ഇത് ഗ്യാസ് അടുപ്പ് ഓണാക്കിയതിന് ശേഷം അതിൽ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റോളം സമയം എടുത്ത് വേവിക്കണം. ഞാനിവിടെ തീ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം, വെന്തിട്ടുണ്ടോ നോക്കാം. വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റൗ ഓഫാക്കി ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. ചൂടെല്ലാം പോയി ഇതിവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാർ വെച്ച് അതിലേക്ക് ആദ്യം വെള്ളം ഒഴിച്ച് പിന്നീട് കഷ്ണങ്ങൾ കുറച്ചായി ഇട്ട് കൊടുത്ത് കുറച്ചായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പാക്കറ്റ് പാല് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. മധുരം നിങ്ങളുടെ ഓരോരുത്തരുടെയും ചോയ്സിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പഞ്ചസാര എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ജ്യൂസ് അടിച്ച് എടുക്കാം.
അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. ഇതുപോലെ നന്നായി അരിച്ചെടുക്കുക. ബാക്കി വന്ന കഷ്ണങ്ങൾ വീണ്ടും നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ജ്യൂസാണ് ഇത്. നമുക്കിനി ഗ്ലാസുകളിലേക്ക് സെർവ് ചെയ്യാം. വീട്ടിൽ വിരുന്നുകാർ വന്നാൽ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. പാലും ക്യാരറ്റും ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ജ്യൂസാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ ദ വാച്ചിങ്. ബൈ ബൈ.